ഈ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. ധർമ്മം നിൽക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അവിടെ അധർമ്മമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇതിൽ എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 100 പേരെ കൊന്നൊടുക്കുക, ചെറിയ കാര്യമൊന്നുമല്ല. 100 പേരെ കൊന്നൊടുക്കുക, 100 പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നൊടുക്കുക, അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ ഒരു 2 ദശാബ്ദങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു 3 ദശാബ്ദങ്ങളായിട്ട് അവിടെ ഈ പറയുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികളെ നിഷ്ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കുഴിച്ചു മൂടുന്നു, അല്ലെങ്കിൽ ശരീരം നേത്രാവതി നദിയിൽ പൊങ്ങുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. ഇത് ഒരു വ്യക്തിയല്ല, അപ്പോൾ ഇത് തലമുറകളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരം പോലെ അവിടെ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് ആരാണ്? ഇതിന് എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ അവിടെ SITയുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു ടീമായിരുന്നു അത് അന്വേഷിക്കേണ്ടിയിരുന്നത്. അവർ പിന്നോട്ട് പോകുന്നു. ഇത് ആരാണ് ഈ ചരട് വലിക്കുന്നത്? ഈ ഇരുട്ടിൽ നിന്ന് ചരട് വലിക്കുന്ന ശക്തി അത്രയും വലിയ ശക്തിയാണ്. അത് ആരാണ്? അതായത് കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലം, നമുക്ക് മംഗലാപുരത്ത് നിന്ന് 100-150 കിലോമീറ്റർ മാത്രം അപ്പുറത്ത് മാറിയിട്ടുള്ള കർണാടകയിലെ ഒരു പ്രദേശമാണ്. പേര് പോലെ തന്നെ വിജയ് സൂചിപ്പിച്ചതുപോലെ പേര് പോലെ തന്നെ ധർമ്മത്തിൻ്റെ സ്ഥലം എന്നുള്ളതാണ് ആ പേരിൻ്റെ അർത്ഥം. ധർമ്മത്തിൻ്റെ സ്ഥലം. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ ഋഷഹി ധർമ്മ. ഋഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാള. ഋഷഭം എന്ന് പറഞ്ഞ ഋഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ശിവന്റെ വാഹനത്തെ വിളിക്കുന്ന പേരാണ് ഋഷം. അത് ധർമ്മമാണ് എന്നാണ് പറയുന്നത്. നന്ദികേശൻ ധർമ്മമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ധർമ്മത്തിന് മുകളിൽ സഞ്ചരിക്കുന്ന ആളാണ് ധർമ്മത്തിൻ്റെ, അതായത് ധർമ്മ ദേവനാണല്ലോ കാലൻ, യമധർമ്മൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കാലനാണ് കാലസ്വരൂപൻ തന്നെയായിട്ടുള്ള ഭഗവാൻ ശ്രീ പരമേശ്വരൻ സഞ്ചരിക്കുന്നത് ധർമ്മത്തിന് മുകളിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ ധർമ്മസ്ഥല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്റെ ആവാസ കേന്ദ്രമാണ് എന്നുള്ളതാണ് നമുക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാകുന്നത്. സ്വാഭാവികമായിട്ട് മഞ്ജുനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ദിഗംബര ജൈന ക്ഷേത്രമാണ്. അതൊരു ബുദ്ധിസ്റ്റ് ക്ഷേത്രം, ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രമാണ്. അത് ജൈനന്മാരാണ് നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് വലിയൊരു വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ദളിതനായിട്ടുള്ള അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളിയാണ്. അദ്ദേഹം പറയുകയാണ്, ഏതാണ്ട് 1998 മുതൽ 2014 വരെ താൻ അവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത്, 1995 എന്നും പറയുന്നുണ്ട്, കൃത്യമായ വർഷമില്ല. പല മാധ്യമങ്ങളിലും പല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശീയ മാധ്യമങ്ങളൊക്കെ 1998 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ദശാബ്ദ കാലത്തിനോട് അതിലേറെ കാലം, അതായത് 1998 മുതലാണെങ്കിൽ 2008 ആകുമ്പോഴത്തേക്കും ഒരു ദശാബ്ദം, അതായത് ഒരു പതിറ്റാണ്ട് തികയും, 1.5 പതിറ്റാണ്ടിലേറെ കാലം. 2014 എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയേറെ കാലം കൊണ്ട് 100-ലേറെ മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ദുരൂഹത. ഇത്ര പറഞ്ഞാൽ മതി, 100-ലേറെ മൃതദേഹങ്ങൾ ഞാൻ പലയിടത്തായി കുഴിച്ചിട്ടു. പുറത്ത് പറഞ്ഞ കണക്ക് 450 ആണ്. അപ്പോൾ സംസ്കരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്ക് വഴിവെച്ചേക്കും. അതായത് വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിട്ടാണ് സിദ്ധരാമയ്യ നിൽക്കുന്നത്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ജുനാഥ ക്ഷേത്രത്തിന് ചുറ്റും എന്താണ്? അപ്പോൾ കുഴിമാടങ്ങളാണോ? ഇത്രയേറെ ആൾക്കാരെ കുഴിച്ചിട്ടിരിക്കുകയാണോ ഈ പ്രദേശത്താകെ? പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം പിന്നോട്ട് വലിഞ്ഞു. നേത്രാവതി നദിയുടെ തീരത്താണ് അധികവും കുഴിച്ചിട്ടത് എന്നുള്ള ഒരു വാദം കൂടിയുണ്ട്. കാരണം ഈർപ്പമുള്ള മേഖലയിൽ പെട്ടെന്ന് മൃതദേഹങ്ങൾ ദ്രവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 1998 മുതൽ 2014 വരെ എന്ന് പറയുന്ന കാലഘട്ടത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ 1.5 പതിറ്റാണ്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പൂർണ്ണമായും ഉള്ള വെളിപ്പെടുത്തൽ വെളിയിലേക്ക് വന്നിട്ടില്ല. ഈ പറയുന്ന മൊഴിയുടെ വിവരങ്ങൾ, കാരണം രഹസ്യ മൊഴിയാണ് കൊടുത്തിരിക്കുന്നത്. അയാൾക്ക് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് ഈ 15 വർഷത്തിലേറെ കാലം ഇയാൾ ഈ പറയുന്ന മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ പുറത്തെടുത്ത് ഈ സ്ത്രീകൾക്ക് നീതി കൊടുക്കണമെന്നാണ് ഈ കുഴിച്ചിട്ട ആളുടെ വാദം. അതായത് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയായിരുന്ന വ്യക്തിയുടെ വാദം. അപ്പോൾ ഇതിനകത്ത് എത്ര പേരെ ഇപ്പോൾ കുഴിച്ചിട്ടു? 100 പേരെ കുഴിച്ചിട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്കൂൾ വിദ്യാർത്ഥിനിയെ ബാഗടക്കം കുഴിച്ചിട്ടിട്ടുണ്ട്. ആ വിദ്യാർത്ഥിനിക്ക് അടിവസ്ത്രമോ ഈ പറയുന്ന മറ്റ് വസ്ത്രങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നവർ പറയുന്നുണ്ട്. അടിവസ്ത്രവും പാവാടയും അടക്കം ഒന്നും ഇല്ലായിരുന്നു. കുഴിച്ചിട്ടതിൽ മറ്റൊരു മൃതദേഹം ഉണ്ടായിരുന്നതിനെ പറ്റി ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആസിഡ് ആക്രമണത്തിൽ മുഖം പൊള്ളിച്ച ഒരു സ്ത്രീയുടെ മൃതദേഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയേറെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. മുറിവുകൾ, ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു, ഈ പറയുന്ന ശ്വാസം മുട്ടിച്ചതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നും ഈ പറയുന്ന കൂടുതലും അത്തരം മൃതദേഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന ബലാത്സംഗം ചെയ്തതിൻ്റെ പാടുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അതിനെ പറ്റിയിട്ടെല്ലാം
ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ നേത്രാവതി ഈ പറയുന്ന വിവരം പുറത്തു വരുന്ന ചെറിയ വിവരങ്ങളാണ്, ഇതിൽ എല്ലാ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. നേത്രാവതിയുടെ തീരത്ത് നിന്നാണ് ഈ ഭൂരിഭാഗം മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതും ഇയാൾ പറയുന്നുണ്ട്. അവിടെ അപ്പോൾ പലപ്പോഴും ഇയാൾ വിചാരിച്ചിരുന്ന ഈ വെള്ളത്തിൽ മുങ്ങി മരിച്ച ആൾക്കാരുടെ മൃതദേഹം എടുത്ത് കുഴിച്ചിടാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തന്നെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് വിചാരിച്ചിരുന്നു. പിന്നീട് ഇയാൾക്ക് ഓരോ മൃതദേഹങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങി ഇതെല്ലാം ലൈംഗിക അതിക്രമത്തിന് ശേഷമുള്ളതാണ്. നഗ്ന ശരീരങ്ങളായിരുന്നു, പലപ്പോഴും വസ്ത്രങ്ങളില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഭിക്ഷാടനത്തിനായി ധർമ്മസ്ഥലയിലെത്തിയ 4 പുരുഷന്മാരുടെ, ഇപ്പം നമ്മളിപ്പോൾ വിചാരിക്കും സ്ത്രീകൾ മാത്രമാണ് ഇങ്ങനെ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടതെങ്കിൽ അങ്ങനെയല്ല. ഈ പറയുന്ന 4 പുരുഷന്മാരുടെ മൃതദേഹവും നേത്രാവതി പുഴയിൽ നിന്ന് കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 4 പുരുഷന്മാർ, ഭിക്ഷാടനത്തിനെത്തിയ പുരുഷന്മാരെയും ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള സംശയവും കൂടി പറയുന്നു. 1998 ഒരു മൃതദേഹം മറവ് ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ ഇയാളെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. അത് സൂപ്പർവൈസറാണ് ഭീഷണിപ്പെടുത്തിയത്. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സൂപ്പർവൈസറാണ് ഇയാളെ ഭീഷണിപ്പെടുത്തുന്നത്. ക്രൂരമായ മർദ്ദനത്തിന് അപ്പോൾ ഇരയാക്കപ്പെട്ടു എന്നും ഇയാൾ പറയുന്നുണ്ട്. 2014 ഇയാൾക്ക് ഈ പറയുന്ന ഈ നിരന്തരമായിട്ട് 98 മുതൽ ഈ കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ മൊത്തം കുഴിച്ചിടാൻ നിൽക്കുന്ന ഇയാൾക്ക് 2014 ഒരു വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. അതായത് 2014 ഇയാളുടെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെ സൂപ്പർവൈസർക്ക് അറിയാവുന്ന ഒരാൾ പീഡിപ്പിച്ചു. ഇതിന് ശേഷം ഇയാൾക്ക് ധർമ്മസ്ഥലിൽ നിൽക്കാൻ കഴിഞ്ഞില്ല, ഇയാൾ നാട് വിട്ടു പോയി എന്നുള്ളതാണ് പറഞ്ഞത്. ഇയാൾക്ക് അറിയാവുന്ന, സൂപ്പർവൈസർക്ക് അറിയാവുന്ന ഒരാൾ ബലാത്സംഗം ചെയ്തു. അപ്പം വ്യക്തമായിട്ട് ഇയാളുടെ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടി. അപ്പം ഇയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇത് ആരാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത്. അപ്പം ഈ പറയുന്ന സൂപ്പർവൈസർക്ക് അറിയാവുന്ന ഒരാളാണ് പീഡിപ്പിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള ഉന്നതനായിട്ടുള്ള ആരോ ആണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിവരം കൂടി അവിടെ ലഭിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഇത് മനസ്സിലാവുന്നത് കൂടി നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യം, ഇയാൾക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായി ഇനി നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഭീഷണിക്ക് കഴിഞ്ഞ് ഇവിടെ നിന്നാൽ തൻ്റെ കാര്യം പോക്കാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇയാൾ അവിടെ നിന്ന് നാട് വിട്ടു. 11 വർഷങ്ങൾ 2011 നാട് വിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2027 10 വർഷം 11 വർഷമായിട്ട് അയാൾ തിരിച്ചെത്തിയിട്ടാണ് ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 2014 എന്നിട്ട് 2025 തിരിച്ചു വരുന്നത് 11 വർഷത്തിന് ശേഷം. അപ്പോൾ ഇയാൾക്ക് ഈ പറയുന്ന ഇപ്പം സത്യം പറയാൻ എങ്ങനെ കരുത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വർഷങ്ങളായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ്. ഈ നമ്മളൊരു കള്ളം ചെയ്താൽ തന്നെ നമുക്കറിയാം, നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. അതെ, ഒരു കൊലപാതകത്തൊക്കെ ചെയ്ത ആൾക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള അറിയാമെന്നുള്ളത്. അപ്പോൾ ഇയാൾക്ക് 2 പേരുടെ സഹായം ലഭിച്ചു. ഒന്ന് ഓജസ്വി ഗൗഡ, ഒന്ന് സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ 2 അഭിഭാഷകരുടെ സഹായത്തോടു കൂടിയാണ് ഇയാൾ ഈ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. ഈ കുറ്റബോധം കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല, തനിക്ക് ഈ പറയുന്ന കൊല്ലപ്പെട്ട എല്ലാവർക്കും നീതി കിട്ടണം. ഈ പല മിസ്സിംഗ് കേസുകളും ഉയർന്നു വന്നപ്പോഴാണ് ഈ ഒരുപാട് മിസ്സിംഗ് കേസുകളുണ്ടായി. സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് ഉണ്ടായി. അതുപോലെ തന്നെ ഈ മറ്റ് പലരുടെയും മിസ്സിംഗ് കേസുകളുണ്ടായി. അപ്പോൾ സൗജന്യയുടെ മിസ്സിംഗ് കേസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ മിസ്സിംഗ് കേസുകൾ വന്നു. അപ്പോൾ സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ തിരോധാനമാണ് ആദ്യം വന്നത്. അതായത് ഇത് 2012 സംഭവിക്കുന്നത്. SDM കോളേജ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 17കാരിയായി പെൺകുട്ടി പഠിക്കുകയാണ്. അവിടെ അത് കഴിഞ്ഞ് പഠനം കഴിഞ്ഞിട്ട് ഇവിടെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നു. ബസ് സ്റ്റോപ്പിലാണ് അവളെ അവസാനമായിട്ട് കാണുന്നത് ആൾക്കാർ. അതിനുശേഷം ഇവൾ മിസ്സിംഗ് ആയി, എവിടെ പോയി എന്നറിയില്ല. അപ്പോൾ ഇതിന് ശേഷം അന്വേഷണം നടന്നു കഴിഞ്ഞ് പിന്നീട് കാണുന്നത്, ഈ നാട്ടുകാർ മുഴുവൻ കാണുന്നത് ഇവളുടെ മൃതദേഹം നേത്രാവതി പുഴയിൽ ഒഴുകി നടക്കുന്നതാണ്. ആ മൃതദേഹം കണ്ടെത്തുന്നതോടുകൂടിയാണ് ഈ തിരോധാനത്തിൽ പെട്ട, അതായത് കാണാതായ സൗജന്യ എന്ന വിളിപ്പേരുള്ള പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രൂരമായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി അബദ്ധത്തിൽ വീണതാവാമെന്നൊക്കെയാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം കൊലപ്പെടുത്തിയതാണ് എന്ന് മനസ്സിലാകുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ധർമ്മസ്ഥല ട്രസ്റ്റ്, ഈ പറയുന്ന ധർമ്മസ്ഥലയിലെ ട്രസ്റ്റ് ജീവനക്കാരായിട്ടുള്ള സന്തോഷ് റാവുവിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾക്കെതിരെ അന്വേഷണം നടത്തുന്നു, ഇയാളുടെ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം എടുക്കുന്നു. പോലീസ് എന്തായാലും കോടതിയിൽ ഈ കേസ് എത്തുന്നതോടുകൂടി തെളിവുകളുടെ അഭാവത്തിൽ ഇയാളെ വിട്ടയക്കുന്നു. ഇയാളെ വിട്ടയച്ചതോടുകൂടി തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ, അയാളെ വിട്ടയക്കുന്നത് എനിക്ക് തോന്നുന്നു 2023 ഇയാളെ വിട്ടയക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് സൗജന്യയുടെ അച്ഛൻ ചെല്ലുന്നു. അച്ഛൻ ഈ പറയുന്ന ഹർജി കൊടുക്കുന്നു, ഹർജി തള്ളുന്നു. അതോടൊപ്പം തന്നെ സന്തോഷ് റാവു താൻ കുറ്റവാളിയല്ല, തന്നെ വെറുതെ വിട്ടിരിക്കുന്നു, പക്ഷേ തെറ്റായ കേസിൽ തന്നെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇതേ കോടതിയിലേക്ക് ചെല്ലുകയാണ്.
അപ്പോൾ നമുക്കറിയാം നാടകീയമായ രംഗങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സൗജന്യയുടെ മരണം സംഭവിച്ചതിന് തൊട്ട് പിന്നാലെ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൻ്റെ പേര് ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ട്രസ്റ്റ് ഹെഡ്ഗെ കുടുംബം എന്ന് പറയും. ആ ഹെഡ്ഗെ കുടുംബത്തിന് വലിയ ചരിത്രമാണുള്ളത്. ഏതാണ്ട് 700 വർഷത്തിലധികം പഴക്കമുള്ള ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിൽ, മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ഈ പറയുന്ന അവരുടെ പാരമ്പര്യമായിട്ടാണ് അധികാരിയെ പിന്തുടർന്ന് വരുന്നത്. അധികാരി എന്ന് പറയും ധർമാധികാരി എന്നാണ്. ധർമ്മസ്ഥലത്തിൻ്റെ ധർമ്മം പാലിക്കാൻ ബാധ്യതയുള്ള ധർമാധികാരി. ആ ധർമാധികാരിയുടെ പേരെന്ന് പറയുന്നത് വീരേന്ദ്ര ഹെഡ്ഗെ എന്നാണ്. അദ്ദേഹം 19ാമത്തെ വയസ്സിൽ ഇപ്പോഴത്തെ 19ാമത്തെ വയസ്സിൽ അവിടുത്തെ ധർമാധികാരിയായ ആളാണ്. അദ്ദേഹത്തിൻ്റെ ചുമതലയിലാണ് ആ ക്ഷേത്രവും അതിൻ്റെ ട്രസ്റ്റും അതിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ പോകുന്നത്. വലിയ സമ്പത്തുള്ള, വലിയ തീർത്ഥാടന കേന്ദ്രമായ, വലിയ തോതിലുള്ള ബിസിനസ് നടക്കുന്ന ഈ പറയുന്ന ഹെഡ്ഗെ കുടുംബത്തിലെ മറ്റുള്ളവരെല്ലാം ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് വ്യാപാര കേന്ദ്രങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള വാണിജ്യ വ്യാപാര കാര്യങ്ങൾ നടക്കുകയും ഒപ്പം തീർത്ഥാടനവും നടക്കുകയും ചെയ്യുന്ന ഒരു വലിയ കേന്ദ്രമാണ്. ജനങ്ങൾ ഒരുപാട് എത്തുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തുന്ന ഒരു സ്ഥലമാണിത്. രാജ്യസഭാ അംഗമാണ് ഈ പറയുന്ന വീരേന്ദ്ര ഹെഡ്ഗെ എന്ന് പറയുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ പത്മവിഭൂഷൺ അടക്കം, പത്മവിഭൂഷണം എന്നറിയില്ല, പത്മഭൂഷണാണെന്നാണ് എൻ്റെ വിശ്വാസം, അത് വരെ നേടിയിട്ടുള്ള വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മഞ്ജുനാഥ ക്ഷേത്രം ഒരു ലോക പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാനും കൂടെ കഴിയും. ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാമെന്നുള്ളൂ. അപ്പോൾ ഈ സൗജന്യയുടെ കൊലപാതകത്തിനകത്ത് ഈ പറയുന്ന ധർമാധികാരിയായിട്ടുള്ള വീരേന്ദ്ര ഹെഡ്ഗെയുടെ കുടുംബത്തെ സംശയിച്ചിരുന്നു. ഇയാളുടെ സഹോദരൻ്റെ പുത്രനും സുഹൃത്തുക്കളും ചേർന്നാണ് കൊലപാതകം ചെയ്തത് എന്നുള്ള രീതിയിൽ ഉള്ള ആക്ഷേപങ്ങൾ വരെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. 4 യുവാക്കളുടെ തിരോധാനവും ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. 4 യുവാക്കളുടെ തിരോധാനം ഉണ്ടായി. പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ അവർ നേത്രാവതി പുഴയിൽ, ഇതൊക്കെ സമകാലീന ഈ പറയുന്ന ഒരേ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ 4 യുവാക്കളുടെ ശരീരം ഒരുമിച്ച് കിട്ടിയതാണ്, ഒരുമിച്ചാണ്, ഒരേ സമയത്താണ് ഈ 4 യുവാക്കളുടെ മൃതദേഹവും നേത്രാവതി പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത്. 2003 മണിപ്പൂരിൽ നിന്നെത്തിയ മറ്റൊരു പെൺകുട്ടിയുടെ മരണവും ഉണ്ടായി. ഒരു എക്സ്കർഷൻ്റെ ഭാഗമായിട്ട്, എനിക്ക് തോന്നുന്നു ടൂറിൻ്റെ ഭാഗമായിട്ട് അങ്ങാണ്ടാണ് എത്തിയത്. കസ്തൂർബ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അനന്യയുടെ മരണമാണ് ഇതുപോലെ ഉണ്ടായിട്ടുള്ള. പക്ഷേ അനന്യയുടെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല. അവരുടെ അമ്മ, എനിക്ക് തോന്നുന്നു സുജാത എന്ന മറ്റാണ് പേര്, അവർ ഈ പറയുന്ന ഹർജിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പരാതിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മൃതദേഹവും ഇതുവരെ കിട്ടിയിട്ടില്ല. തൻ്റെ മകളുടെ അസ്ഥിയെങ്കിലും തനിക്ക് തിരിച്ചു തരണം എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഈ പോലീസിനെ സമീപിച്ചപ്പോൾ ഇവരെ മുൻ CBI ഉദ്യോഗസ്ഥയാണെന്നൊക്കെ കേൾക്കുന്നു. അത്തരത്തിൽ ഏതോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ചവരാണ് ഇവർ. ഈ പറയുന്ന പോലെ അന്വേഷണത്തിന് പോലീസുകാരടുത്ത് ചെന്നപ്പോൾ പോലീസുകാർ ഇവരെ അധിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്, തെറിവിളിച്ച് ഓടിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന മർദ്ദിച്ചില്ല, തെരുവിളിച്ചു എന്നാണ് പരാതി. ട്രസ്റ്റുകാരുടെ അടുത്ത് ചെന്നു, വീരേന്ദ്ര അയാളുടെ സഹോദരന്റെ അടുത്തും ഒക്കെ ചെന്നപ്പോൾ അവരും പറഞ്ഞു നിങ്ങളുടെ കാര്യം നോക്കാനൊന്നും, ക്ഷോഭിച്ചു അവർ, നിങ്ങളുടെ കാര്യം നോക്കാനൊന്നും അല്ല, ഞങ്ങൾ ഇത്തരം അന്വേഷണങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഈ പറയുന്ന ഹെഡ്ഗെ കുടുംബവും അധിക്ഷേപിച്ചതായിട്ട് ഇവരുടെ പരാതിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. സമീർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഈ കൊലപാതകം, അനന്യയുടെ ഈ പറയുന്ന സൗജന്യയുടെയൊക്കെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചെയ്തു, ഒരു വ്ലോഗ് ചെയ്തു. ഈ വ്ലോഗ് ചെയ്തതിന് പിന്നാലെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്വേഷ പ്രചാരണം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അതായത് കർണാടക സർക്കാരും പോലീസും വലിയ പ്രതിരോധത്തിലാണുള്ളത്. നിലവിൽ ഇയാളുടെ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയുടെ വാദം, ഈ പറയുന്ന ആരോപണം വന്നതോടുകൂടി തന്നെ മുൻ സർക്കാരുകളും പ്രതിയാവും, മുൻ ഉദ്യോഗസ്ഥരും പ്രതിയാവും. കാരണം അവർ പോലും ഈ പറയുന്ന എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ മിസ്സിംഗ് ആയി, ചിലപ്പോൾ പലയിടത്തു നിന്ന് വന്നവരായിരിക്കാം, ചിലപ്പോൾ ഇവിടുത്തുകാരായിരിക്കണമെന്നില്ല, വേറെ സ്ഥലത്തു നിന്നൊന്ന് മിസ്സിംഗ് ആയെന്ന് വിചാരിച്ചപ്പോൾ കർണാടകയിൽ അദ്ദേഹം പറഞ്ഞ ഒരു നടപടി, ഇദ്ദേഹം പറഞ്ഞ കാര്യം 95 വർഷമെങ്കിൽ അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അത് കഴിഞ്ഞ് ക്ഷമിക്കണം, ജനതാദളാണ് ഭരിക്കുന്നത്. അത് കഴിഞ്ഞ് കോൺഗ്രസ് വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ JDS വന്നിട്ടുണ്ട്, BJP വന്നിട്ടുണ്ട്, പിന്നെയും കോൺഗ്രസ്. ഈ 2012 എന്ന് പറയുന്ന ടൈമിൽ സൗജന്യയുടെ സമയത്ത് ഈ കോൺഗ്രസ് ആണ് കേന്ദ്രത്തിലും കർണാടകയിലും ഭരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ എല്ലാ സർക്കാരുകൾക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പങ്കുവരുന്നത്. അത് ഇപ്പോൾ അതുപോലെ തന്നെ ഈ വീരേന്ദ്ര ഹെഡ്ഗെ എന്ന് പറയുന്ന ആൾ നിലവിൽ രാജ്യസഭ MP ആണ്. അപ്പോൾ അധികാരത്തിൽ ഉന്നത ബന്ധങ്ങളുള്ളവരാണ് ഈ കുടുംബമാണോ ചെയ്തതെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഒരു തെളിവുകളുമില്ല, ആരോപണങ്ങളുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിർണായകമായ സ്വാധീനമുള്ള ആരൊക്കെയോ ആണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് ഈ പറയുന്ന ധർമ്മസ്ഥലിനെ ഒരു അധർമ്മസ്ഥൽ, വിജയ് പറഞ്ഞതുപോലെ അധർമ്മസ്ഥലാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിക്ക് വലിയ സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അയാൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, അവിടുത്തെ മൃതദേഹങ്ങൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുമോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ, നശിപ്പിക്കുമോ, തെളിവില്ലാതാക്കുമോ? ഇത്രയും മൃതദേഹങ്ങൾ മാറ്റാൻ പറ്റുമോ? അതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗുലുമാലുകൾ ചെയ്യാം, കൃത്രിമം ചെയ്താലോ. അപ്പൊ അങ്ങനെ ചെയ്യാനാണെങ്കിൽ അവിടെ സുരക്ഷ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അവിടെ പോലീസിനെ ഇടണമെന്നൊക്കെയാണ് ഇവിടുത്തെ ഈ പറയുന്ന അഭിഭാഷകർ, ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ആളുടെ അഭിഭാഷകരെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ ധർമ്മസ്ഥല വിഷയത്തിൽ SIT നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് SIT അന്വേഷണം ഈ പറയുന്ന സർക്കാർ നിയോഗിക്കുന്നത്. വിരമിച്ച സുപ്രീം കോടതി ഗോപാലഗൗഡയും ഇത് ഈ പറയുന്ന SIT അന്വേഷണം ആവശ്യപ്പെട്ട് എത്തിയിരുന്നു. അതിന് ഈ പറയുന്ന സിറ്റിംഗ് ജഡ്ജിൻ്റെയോ വിരമിച്ച ജഡ്ജിയുടെയോ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നായിരുന്നു ഗോപാലഗൗഡയുടെ ആവശ്യം. മുൻ സുപ്രീം കോടതി ജഡ്ജാണ്. അപ്പോൾ എന്തായാലും സർക്കാരിൻ്റെ ഉത്തരവ് വന്ന് SIT നിയമിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ സർക്കാരിനെതിരെ വലിയ ഏജൻസികൾ, ഈ പറയുന്ന സാമൂഹിക രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. വലിയ കളങ്കമാണിത്. ഇദ്ദേഹം പറയുന്ന സത്യമാണെങ്കിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റുന്ന വലിയ അപമാനം ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ ഇതിലെ കുറ്റക്കാരെ അടക്കം മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നുള്ളതുണ്ട്. ഒരു അധർമ്മസ്ഥലമായിട്ട് ഈ പ്രദേശം മാറാതിരിക്കാൻ, ഭഗവാന്റെ നാമമെങ്കിലും കളങ്കപ്പെടാതിരിക്കാനായിട്ട് സർക്കാരുകൾക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എന്തായാലും ഇയാളെ കൊന്നുകളയുമോ എന്നൊക്കെയുള്ള ഭീഷണിയുണ്ട്, ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സീൽഡ് കവറിൽ സുപ്രീം കോടതിക്ക് കത്ത് കൈമാറിയിട്ടുണ്ട്. ഇവരൊക്കെയാണ് പ്രതികൾ എന്ന് ഇയാൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാളെ കൊല്ലപ്പെട്ടാൽ ഇതൊക്കെയാണ് പ്രതികൾ എന്നുള്ളത് ഇയാളുടെ മൊഴി സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇയാളെ കൊന്നിട്ടും ഇനി കാര്യമൊന്നുമില്ല. പ്രതികൾ എന്തായാലും അധികം വൈകാതെ തന്നെ പിടിയിലാവും. വലിയ തോതിലുള്ള അന്വേഷണം നടക്കും. ഇത് ഇപ്പോൾ SIT ഏൽപ്പിച്ചിരിക്കുന്നു. സമീപ ഭാവിയിൽ ഇത് CBI പോലുള്ള വലിയ ഏജൻസികൾക്ക് കൈമാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും ധർമ്മസ്ഥലിൻ്റെ കഥ ഇതാണ്. ധർമ്മസ്ഥൽ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ നിഗൂഢത ഇരുൾ വീണിരിക്കുന്ന ഒരു പ്രദേശമായി അത് മാറിയിരിക്കുന്നു. അവിടെ പ്രകാശം അധികം വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം.